എല്ലാ പ്രാവശ്യവും വന്ന് കാണുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ വട്ടം ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരുടെയും ഫസ്റ്റ് പൊങ്കാലയാണ്. ഈ വർഷമാണ് ട്രിവാൻഡ്രത്ത് പഠിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്തുകാരുടെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാലക്കാട് പൊങ്കാല ഇതുവരെ ഇട്ടിട്ടില്ല, ഇതാണ് ഫസ്റ്റ് ടൈം. നമസ്കാരം. ഇന്നത്തെ കാലത്ത് ജൻസികൾ ടെക്നോളജി കൂടുതൽ അറിയുന്നവരാണ്, ഉപയോഗിക്കുന്നവരാണ്. അതുപോലെ തന്നെ ജൻസികൾ ഭക്തിയിലേക്കും മുഴുകിയോ എന്നുള്ള ചോദ്യമാണ്. എന്തായാലും നന്ദഗോവിന്ദം ഭജൻസ് ഉൾപ്പെടെ ഇപ്പോൾ പ്രചാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് ജൻസികൾ കൂടുതൽ ഭക്തിയിലേക്ക് പോയോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നു. നമ്മളിപ്പോൾ ആറ്റുകാൽ പൊങ്കാല സമർപ്പണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തലസ്ഥാനത്താണ് നിൽക്കുന്നത്, തമ്പാനൂരാണ് നിൽക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരവധി യുവതികളാണ് പൊങ്കാല സമർപ്പണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങളിവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്നതാ. എവിടെയാണ് സ്ഥലം? കൊട്ടാരക്കര. ആദ്യമായിട്ടാണോ? ഫസ്റ്റ് ടൈമാ പൊങ്കാല ഇടുന്നത്. അതെയാണ് ഈ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം? എല്ലാ പ്രാവശ്യവും വന്ന് കാണുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ വട്ടം ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരുടെയും ഫസ്റ്റ് പൊങ്കാലയാണ്. പൊതുവെ ജൻസികൾ ഭക്തിയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ആരോപണമുണ്ട്, ശരിയാണോ? അങ്ങനെയൊന്നും പറയാനില്ല. ഇത് ഒരു നമുക്ക് എന്നും കാണുന്നപ്പോൾ ചെയ്യാന്ന് വെച്ച് തോന്നുന്നു. അങ്ങനെ ചെയ്തു. തയ്യാറെടുപ്പുകളൊക്കെ എന്തായി? തയ്യാറെടുപ്പുകൾ നടക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ പൂവൊക്കെ ഇരുത്തിടാനുണ്ട്, ബാക്കി അരി കഴുകാനുണ്ട്, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അതിനിടയിലാണ് ഞാൻ വന്നത്. അതെ വന്നത്. ഓക്കെ അവരുടെ അതായത് അവരാദ്യമായിട്ടാണ് പൊങ്കാല സമർപ്പിക്കാൻ വേണ്ടി എത്തിയത് എന്നാണ് പറയുന്നത്. ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവരാണ്. പേര് പറഞ്ഞില്ല. ശ്രീലക്ഷ്മി. ആതിര. ഹോസ്റ്റലിൽ തന്നെയാണ്. എവിടെയാണ് സ്ഥലം? കൊട്ടാരക്കര. കൊട്ടാരക്കര ടീമാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. ഓക്കെ. ഇവിടെ പഠിക്കുകയാണോ? ഇവിടെ പഠിക്കുക. എന്താ പഠിക്കുന്നത്? SSC കോച്ചിങ്. ഓക്കെ. ഇതാണ് എല്ലാവരും യുവതികളാണ്. എന്താ പേര്? ശ്രീകുട്ടി. എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യാ. അതെ. സ്ഥലം എവിടെയാണ്? കോട്ടയം. ആദ്യമായിട്ടാണോ? അല്ല, ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതെ. പേര് പവിത്ര. എന്താ ചെയ്യുന്നത്? ഞാൻ സ്റ്റാഫ് സെലക്ഷന് കോച്ചിങ് ചെയ്യും. പൊങ്കാല ആദ്യമായിട്ടാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ കാരണം? ഈ വർഷമാണ് ട്രിവാൻഡ്രത്ത് പഠിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്തുകാരുടെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ, അപ്പോൾ അതിൽ പങ്കെടുക്കണം എന്ന് തോന്നി. എവിടെയാ സ്ഥലം? കൊട്ടാരക്കരയാണ്. ഭൂരിപക്ഷവും കൊട്ടാരക്കര ടീമാണ്. ഭൂരിപക്ഷ ആൾക്കാരും പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. എന്താണ് പേരെന്താ? രേഷ്മ. എന്താ ചെയ്യുന്നത്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ടാണോ പൊങ്കാല ഇടുന്നത്? ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇടണം എന്ന് തീരുമാനിച്ചതാണ്. അതെ, ഞങ്ങൾ എല്ലാവരും കൂടി ഇടണം. ഒരാഗ്രഹത്തിന്റെ പുറത്ത്. എന്തായി ഒരുക്കങ്ങൾ? എന്തായി? എല്ലാം ഓൾമോസ്റ്റ് ആയി, തുടങ്ങിയാൽ മതി. സാന്ദ്ര. ആദ്യമായിട്ടാണോ പൊങ്കാല? ആദ്യമായിട്ടാ. ഹോസ്റ്റലിലാണ്? അതെ, ഹോസ്റ്റലില. എവിടെയാ സ്ഥലം? എവിടെയാ? പാലക്കാട്. അതെ. പാലക്കാട് പൊങ്കാല ഉണ്ടോ? പാലക്കാട് പൊങ്കാല ഉണ്ട്, ഇതുവരെ ഇട്ടിട്ടില്ല, ഇതാണ് ഫസ്റ്റ് ടൈം. ആദ്യ പൊങ്കാലയാണ്? അതെ. ജീവിതത്തിലെ ആദ്യ പൊങ്കാലയാണ്. ശരി, വളരെ നന്ദി. എന്തായാലും വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്, ഇവിടെ പഠിക്കുന്നവരാണ്, ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണ്. പലരും ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ പൊങ്കാല ഇടുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന. അവർ പൊങ്കാല സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ദൃശ്യങ്ങൾ കാണാം.
എന്തായാലും പ്രായഭേദമന്യേ നിരവധി ആൾക്കാരാണ് പൊങ്കാല സമർപ്പണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവർ എല്ലാവരും തന്നെ ഹോസ്റ്റലിൽ ഉള്ളവരാണ്, മറ്റ് ജില്ലകളിൽ നിന്നും വന്നവരാണ്, നിരവധി പേർ പഠിക്കുന്നു, മറ്റു ചിലർ ജോലി ചെയ്യുന്നവരാണ് എന്നാണ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. പലരും അവരുടെ ആഗ്രഹത്തിന്റെ പുറത്താണ് ആദ്യമായി ഉൾപ്പെടെ പൊങ്കാല അർപ്പിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.